ഹായ് ഓൾ, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ HSST കൊമേഴ്സിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെൻട്രി കൺട്രോളിനെ കുറിച്ചിട്ടാണ്. കോസ്റ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഏരിയയാണ് ഇൻവെൻട്രി കൺട്രോൾ. നമ്മൾ ഈ ഒരു ടോപ്പിക്, അതായത് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ഈ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിൽ പലപ്പോഴും ചോദിക്കാറുള്ള അല്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് പോവുക. ആൻഡ് നമുക്കറിയാം, നമ്മൾ HSSTയുടെ സിലബസ് ഫോളോ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ VHSCയുടെ സിലബസ് കൂടി നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് HSSTയുടെ പ്രിപ്പറേഷന്. അതുകൊണ്ട് തന്നെ VHSCയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അണ്ടർ ABC അനാലിസിസ് മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ്. സോ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ABC അനാലിസിസിൽ നമ്മൾ മെറ്റീരിയലിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിലേത് ബേസിസ് ആണെന്നുള്ളതാണ്. സോ ഇതുപോലെ ഏത് ഇൻവെൻട്രി ടെക്നിക് റിലേറ്റഡ് ആയിട്ടും നമുക്ക് ഇതേ ചോദ്യം പ്രതീക്ഷിക്കാം. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പല രീതിയിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് ഏറ്റവും നന്നായിട്ട് എങ്ങനെ ഡീൽ ചെയ്യാം, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് വിത്ത് ഇൻവെൻട്രി കൺട്രോൾ. എന്താണ് ഇൻവെൻട്രി കൺട്രോൾ? ഇൻവെൻട്രി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ സ്റ്റോക്കിനെ എങ്ങനെ മാനേജ് ചെയ്യണം. എങ്ങനെ മാനേജ് ചെയ്താലാണ് നമുക്കതിന് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്, നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും വരാതെ അതിൽ നിന്ന് ഗെയിൻ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയാണ് നമുക്കതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇൻവെൻട്രി കൺട്രോളിൽ പറയുന്നത്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് എ ബിസിനസ് മെയിൻറ്റെയിൻസ് ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ടു മീറ്റ് ദ ഫോർകാസ്റ്റഡ് ഡിമാൻഡ് വിത്ത് ദ മിനിമം ഹോൾഡിംഗ് കോസ്റ്റ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ ഓവർ സ്റ്റോക്കിംഗ്, അണ്ടർ സ്റ്റോക്കിംഗ് പോലത്തെ സിറ്റുവേഷൻ ഒഴിവാക്കണമെങ്കിൽ നിർബന്ധമായിട്ടും അവിടെ പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇൻവെൻട്രി കൺട്രോൾ ഉണ്ടായിരിക്കണം. എന്താ ഈ അണ്ടർ സ്റ്റോക്കിങ്ങും ഓവർ സ്റ്റോക്കിങ്ങും? അണ്ടർ സ്റ്റോക്കിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളതിൽ കുറഞ്ഞ സ്റ്റോക്കേ നമ്മുടെ കയ്യിലുള്ളൂ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ നിന്ന് പോകാനൊരു സാധ്യതയുണ്ട്, ശരിയല്ലേ? ഇനി ഓവർ സ്റ്റോക്കിംഗ് ആണെങ്കിലോ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുകയാണ്. നമ്മൾ കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പല പല കോസ്റ്റുകളുണ്ടാവും. അതുപോലെ ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ അതിപ്പോൾ പെട്ടെന്ന് എന്താ പറയുക, വിയർ ഔട്ടായി പോകുന്ന സാധനങ്ങളാണെങ്കിൽ അത് അങ്ങനെ നമുക്ക് നാശനഷ്ടങ്ങളുണ്ട്. അപ്പോൾ പല രീതിയിൽ അതും നമ്മളെ എഫക്റ്റ് ചെയ്യും. ഏറ്റവും ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മളതിനെ അലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇൻവെൻട്രി കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ്. ആൻഡ് നമ്മളതിൻ്റെ മെത്തേഡ്സിലേക്ക് വരുമ്പോൾ ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളത് GIT അപ്രോച്ച്, ABC അനാലിസിസ്, വെഡ് അനാലിസിസ്, FNSD അനാലിസിസ്, EOQ പോലെയുള്ള കാര്യങ്ങളാണ്. EOQ നമുക്ക് കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. ലൈക്ക് എന്താ EOQ എന്ന് മനസ്സിലാക്കണം, അതിൽ നിന്ന് പ്രോബ്ലംസ് ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അത് നമ്മൾ ഇതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല, മറ്റ് 4 അപ്രോച്ചുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. സ്റ്റാർട്ടിങ് വിത്ത് JIT. എന്താ JIT? ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ച്. നമുക്ക് പ്രൊഡക്ഷൻ ആവശ്യമാകുന്ന റിസോഴ്സ് മാത്രം നമ്മൾ കൃത്യമായിട്ട് ഓർഡർ കൊടുത്ത് അത് മാത്രം സ്വീകരിക്കുന്നു, അതപ്പോൾ തന്നെ പ്രൊഡക്ഷനിലേക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമ്മളൊന്നും എക്സ്ട്രാ ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ തരത്തിൽ ഒരു കോസ്റ്റോ കാര്യങ്ങളോ നഷ്ടങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഉണ്ടാകില്ല. ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് അപ്പോൾ തന്നെ അത് പ്രൊഡക്ഷനിലേക്ക് എടുത്തു. സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ലെറ്റ്സ് സീ. ദ ജസ്റ്റ് ഇൻ ടൈം മെത്തേഡ് ഇൻവോൾവ്സ് ക്രിയേറ്റിംഗ്, സ്റ്റോറിംഗ് ആൻഡ് കീപ്പിംഗ് ദ ട്രാക്ക് of only enough orders to supply the actual demand for company's product. അപ്പോൾ ആവശ്യമുള്ളത് മാത്രമേ പർച്ചേസ് ചെയ്യുന്നുള്ളൂ, ഒന്നും അതിൽ നിന്ന് എക്സ്ട്രാ എടുക്കുന്നില്ല എന്നുള്ളതാണ്. JITയെ നമ്മൾ TPS എന്നൊരു പേര് കൂടി വിളിക്കാറുണ്ട്. അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ബേസിക്കലി പഠിച്ചു പോകുമ്പോൾ നോട്ട് ചെയ്യുന്ന പോയിന്റ്സ് അല്ല ഇതൊന്നും. എന്താ TPS? ടൊയോട്ട പ്രൊഡക്ഷൻ സിസ്റ്റം എന്നാണ്. എന്തുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര് വന്നത്? ഈ ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റ്സിലാണ്, അല്ലെങ്കിൽ അവരിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ TPS എന്നൊരു പേര് കൂടി നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ പേര് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെ നമുക്ക് ബേസിക്കലി പറയാൻ ഇതൊരു സീറോ ഇൻവെൻട്രി സിസ്റ്റം ആണെന്ന്. കാരണം എന്താ? ഇവിടെ ഇൻവെൻട്രി ഒന്നും ഇല്ല, നമുക്ക് ആവശ്യമുള്ളത് എടുക്കുന്നു, പ്രൊഡക്ഷനിലേക്ക് ഉപയോഗിക്കുന്നു. അവിടെ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ബാലൻസ് ആയിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളിതിനെ സീറോ ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പേര് കേട്ടാലും അതെന്താണെന്ന് ഓർത്തോണം, JIT തന്നെയാണെന്നുള്ളത് മനസ്സിൽ വെച്ചോണം. In this production, for the next day is planned earlier and the order for the raw material required for the next day is placed. അപ്പോൾ നാളത്തേക്ക് എന്ത് ആവശ്യമുണ്ട് അത് മാത്രം ഓർഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞത്തെ ദിവസത്തേക്ക് അവിടെ ഇല്ല. അപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു കാരണം ഇല്ല. ദാറ്റ് ഇസ് ഇൻവെൻട്രി ഇസ് റെഡ്യൂസ് ടു സീറോ എന്ന് പറയുന്നത്. ഇൻവെൻട്രി ഇല്ല, ഇൻവെൻട്രി ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല. നമ്മൾ സംതിങ് എക്സ്ട്രാ ഹോൾഡ് ചെയ്താലല്ലേ അവിടെ ഇൻവെൻട്രി ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് വേണ്ടുന്ന റോ മെറ്റീരിയൽ എടുക്കുന്നു, അപ്പോൾ തന്നെ അത് പ്രൊഡക്ഷനിലേക്ക് യൂസ് ചെയ്യുന്നു. നത്തിങ് റിമൈൻസ് ലൈക്ക്
ഇൻവെൻട്രി. സോ സീറോ ഇൻവെൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാലും TPS എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മൾ ആരെ ഓർത്തോണം? JIT സിസ്റ്റം, ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റത്തിനെ ഓർത്തോണം. ഓക്കെ, ഇതാണ് പ്രധാനമായും നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഓർത്ത് വെക്കേണ്ടുന്ന പോയിന്റ്സ്. ഓക്കെ, now it's like ABC analysis. എന്താ ABC അനാലിസിസ്? ABC അനാലിസിസിൽ നമ്മൾ ഒരു ഓർഗനൈസേഷൻ നമുക്കറിയാം പലതരത്തിലുള്ള പ്രൊഡക്റ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ ഈ മെറ്റീരിയൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പല ബേസിസ് യൂസ് ചെയ്യും. ABC അനാലിസിസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇവിടെ ഒരു കൺട്രോളിങ് ടെക്നിക്ക് തന്നെയാണ്. അതായത് ഇതിന് കൂടുതൽ കൺട്രോൾ കൊടുക്കണം. ബേസിക്കലി ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ കൂടുതൽ കോസ്റ്റ് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് കുറച്ചധികം കെയർ കൊടുക്കണ്ടേ? അതേസമയം വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നതിന് അത്രത്തോളം ഒരു എന്താ പറയുക കൺട്രോളിങ് മെഷേഴ്സുകളുടെയോ കാര്യങ്ങളുടെയോ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ചെയ്യുന്ന കൺട്രോളിങ്ങിലും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. അതായത് എല്ലാം ഒരുപോലെ എന്നുള്ളതല്ല, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തും അത്രത്തോളം വേണ്ടാത്തതിനെ അത് മനസ്സിലാക്കി നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എക്സാമിനും നമ്മൾ അതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ അധികം കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാം ചുമ്മാ പഠിച്ചു തീർക്കുക എന്നുള്ളതല്ലാതെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തന്നെ വേണം പഠിക്കാനായിട്ട്. Anyway, let's see. ABC method of inventory control involves a system that controls inventory and is used for materials and throughout the distribution of management, which is also known as SIC, Selective Inventory Control. അതായത് കുറച്ചെണ്ണത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ എന്നൊരു പേര് വന്നിരിക്കുന്നത്. സോ ABC അനാലിസിസ് മെത്തേഡിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു പേരിൽ പറയുന്ന പോലെ തന്നെ ABC 3 സെഗ്മെന്റുകളായിട്ട് ക്ലാസിഫൈ ചെയ്താണ് നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് വാല്യൂ ആൻഡ് ദാറ്റ് ഇസ് ഇൻ ഡിസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? വാല്യൂ ഏറ്റവും കൂടിയത് ആദ്യം വരും, കുറഞ്ഞ് ഏറ്റവും ലാസ്റ്റ് വരുന്നതിന് ഏറ്റവും വാല്യൂ കുറവായിരിക്കും എന്നുള്ളതാണ്. സോ ഏറ്റവും വാല്യൂ ഉള്ളത് എയ്ക്കും ഏറ്റവും വാല്യൂ കുറഞ്ഞത് സിക്കാണെന്ന് നമുക്ക് പറയാം. ദ ഐറ്റം ഇൻ ദ കാറ്റഗറി A which has highest value, B എന്ന് പറയുമ്പോൾ which is lower than A വെച്ച് നോക്കുമ്പോൾ അതിലും കുറവായിരിക്കും. ആൻഡ് സിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ വാല്യൂ C കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റിനായിരിക്കും എന്നുള്ളതാണ്. സോ A, B, C. ഓക്കെ, ആൻഡ് ABC അനാലിസിസ് ഡിവൈഡ്സ് ആൻ ഇൻവെന്ററി ഇൻറ്റു 3 കാറ്റഗറീസ്. അപ്പോൾ ABC അനാലിസിസിലേക്ക് വരുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കൺട്രോളിങ് നടക്കുന്നത്. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ കൂടുതലായിട്ട് വാല്യൂ ഉള്ള പ്രോഡക്റ്റിന് ഐറ്റംസിന് നമ്മൾ കുറച്ച് കൂടുതൽ കൺട്രോൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഐറ്റംസിന് നമ്മൾ എന്തായിരിക്കും വളരെ ടൈറ്റ് ആയിട്ടുള്ള കൺട്രോളും അതിന് വളരെ പ്രോപ്പർ ആയിട്ടുള്ള റെക്കോർഡ്സുകളും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതേസമയം ബിയിലേക്ക് വരുമ്പോഴോ എയുടെ അത്രയും ടൈറ്റ് കൺട്രോൾ ഇല്ല, ബട്ട് അറ്റ് സെയിം ടൈം കൺട്രോൾ പ്രോപ്പർ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഗുഡ് റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ആൻഡ് C ഐറ്റമിലേക്ക് വരുമ്പോഴോ വിത്ത് ദ സിംപ്ലസ്റ്റ് കൺട്രോൾ പോസിബിൾ ആൻഡ് മിനിമൽ റെക്കോർഡ്സ്, വളരെ കുറച്ച് റെക്കോർഡ്സുകൾ മാത്രമേ കീപ്പ് ചെയ്യുന്നുള്ളൂ ആൻഡ് വളരെ ഒരു സിംപ്ലസ്റ്റ് ഫോമാണ് ഏതെന്ന് പറയുന്നത് C കാറ്റഗറി ഐറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും മൂല്യം കൂടിയതിന് നമ്മൾ ഏറ്റവും കൂടുതൽ കൺട്രോൾ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് വരുന്നതിന് അത്രത്തോളം കൺട്രോൾ കുറഞ്ഞ് വരുന്നു. അപ്പോൾ ഇവിടെ ബേസിക് ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ആൻഡ് ദാറ്റ് ഇസ് എ ഡിസെൻഡിങ് ഓർഡർ, വാല്യൂ കൂടുതൽ നിന്ന് വാല്യൂ കുറഞ്ഞതിലേക്ക്. ഓക്കെ, നൗ വെഡ് അനാലിസിസ്. എന്താ വെഡ് അനാലിസിസ്? ഇവിടെയും ഒരു ഇൻവെന്ററി കൺട്രോൾ ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു മെത്തേഡ് തന്നെയാണ് പറയുന്നത്. ലെറ്റ്സ് സി. Classifies inventories based on their criticality for the business or its functional importance of spares. ഈ വെഡ് അനാലിസിസ് പൊതുവേ നമ്മൾ സ്പെയർ പാർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ഫോം ഓഫ് കൺട്രോൾ ആണ്. ആൻഡ് ഇവിടെ നമ്മൾ ഈ ഒരു ക്ലാസിഫിക്കേഷൻ VED ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത് അത് ബിസിനസ്സിനെ സംബന്ധിച്ചോളം എത്ര ക്രിട്ടിക്കലാണ്, അതായത് അതിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് എത്ര അത്യാവശ്യമുള്ളതാണ്, അല്ലെങ്കിൽ അത് പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രധാനപ്പെട്ടതാണ്, ആ പ്രാധാന്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതായിരിക്കും V ആൻഡ് ഏറ്റവും പ്രാധാന്യം കുറഞ്ഞതായിരിക്കും D എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഡിസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് പറയാം, which is based on criticality or its functional importance. It categorizes stocks under 3 heads. Okay, and VED analysis stands for vital, essential and desirable. V for vital, E for essential and D for desirable. ഓക്കെ, എന്താ ഈ വൈറ്റൽ എന്ന് പറയുന്നത്? വൈറ്റൽ പാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ലാത്ത അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നിനെയാണ് നമ്മൾ വൈറ്റൽ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതുണ്ടെങ്കിലേ ഓർഗനൈസേഷനിലെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഐറ്റംസിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പെയർ പാർട്സിനെയാണ് നമ്മൾ വൈറ്റൽ കാറ്റഗറിയിൽ
ഇൻക്ലൂഡ് ചെയ്യുന്നത്, വിച്ച് ഇസ് നെസസറി ഫോർ പ്രൊഡക്ഷൻ. ആൻഡ് ഇഫ് ദാറ്റ് ഗോട്ട് ഷോർട്ടേജ് ആയാൽ എന്ത് സംഭവിക്കും? വിച്ച് സിവിയർലി ഹാമ്പർ ഓർ ഡിസ്റ്റർബ് ദ പ്രോപ്പർ ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ മൊത്തത്തോടെയുള്ള ഫംഗ്ഷനിങ്ങിനെ, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ പൂർണ്ണമായിട്ടും അത് തടസ്സപ്പെടുത്തുകയും അല്ലെങ്കിൽ അത് നിന്നു പോവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റൽ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സുകൾ എപ്പോഴും ഉണ്ടോ എന്നുള്ള അതിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളും ചെക്ക് ചെയ്യുകയും, അത് കുറഞ്ഞാൽ അത് വീണ്ടും റിപ്ലനിഷ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം അത്രത്തോളം. കാരണം അതില്ലെങ്കിൽ മൊത്തത്തോടെ പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ വൈറ്റൽ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സുകൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് എൻഷുർ ചെയ്യണം എന്നുള്ളതാണ്. ഉറപ്പായിട്ടും അവിടെ കൺട്രോളിങ് കുറച്ചധികം കൂടുതലായിരിക്കും എന്നുള്ളതാണ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ വൈറ്റലിൻ്റെ അത്രയും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. സ്റ്റിൽ വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ദിസ് ടു ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എനി ഓർഗനൈസേഷൻ ബിക്കോസ് ദേ മേ ലീഡ് ടു എ സ്റ്റോപ്പേജ് ഓഫ് പ്രൊഡക്ഷൻ ഓർ ഹാമ്പർ സം അതർ പ്രോസസ്. മെയിൻ പ്രോസസ്സിനെ ബാധിച്ചില്ലെങ്കിലും മറ്റേതെങ്കിലുമൊക്കെ പ്രോസസ്സിനെ ഇതില്ല എങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷനെ ബാധിക്കും എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ വൈറ്റലിൻ്റെ അത്രയും പ്രാധാന്യം നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ആൻഡ് ഇഫ് ദേ ആർ ആബ്സെൻറ്റ്, ഇതില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഉറപ്പായിട്ടും നഷ്ടം ഉണ്ടാകും, ഒരു ടെമ്പററി ആയിട്ടൊരു നഷ്ടം ഉണ്ടാകും എന്നുള്ളതും ഒരു പ്രശ്നമാണ്. ഓക്കെ, സോ അതും നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തി അതിൻ്റെ സ്റ്റോക്ക് മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി, ഇഫ് ഇറ്റ് ഇസ് അബൌട്ട് ഡിസൈറബിൾ കാറ്റഗറി, ദ ഡിസൈറബിൾ കാറ്റഗറി ഈസ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദെയർ അൺഅവൈലബിലിറ്റി മേ റിസൾട്ട് ഇൻ മൈനർ സ്റ്റോപ്പേജ് ഇൻ പ്രൊഡക്ഷൻ ഓർ അതർ പ്രോസസ്. അപ്പം ഇത് ഡിസൈറബിൾ എന്ന് പറയുന്നത് ഭയങ്കര അത്യാവശ്യമുള്ളതെന്നല്ല, ബട്ട് സ്റ്റിൽ ഇതില്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് എന്ത് വരാം? തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് വിച്ച് ഇസ് നോട്ട് as important as vital or essential. The easy replenishment of such shortage is possible in short duration of. വളരെ പെട്ടെന്ന് നമുക്ക് റിപ്ലനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഡിസൈറബിളിൽ വരുന്നതും. ഈയിടെ അത്രയും പ്രാധാന്യമില്ല, അതായത് അതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമുക്ക് വളരെ വലിയൊരു ലോസ് ഒന്നും ഒരിക്കലും ഉണ്ടാവത്തില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ചെറിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു മൈനർ സ്റ്റോപ്പേജോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് മൊത്തത്തോടെ ബിസിനസ്സിനെ അങ്ങ് അഫക്റ്റ് ചെയ്തില്ല. പക്ഷെ വൈറ്റലൊക്കെ ഇല്ലെങ്കിൽ അന്ന് പ്രൊഡക്ഷനേ മേ ബി നടക്കില്ല. ദാറ്റ്സ് എ സിറ്റുവേഷൻ. സോ വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ. ഹിയർ വി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തിയത്? അതിൻ്റെ ഇമ്പോർട്ടൻസ്, ഫങ്ഷണൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലുള്ള അതിൻ്റെ ഒരു ക്രിട്ടിക്കാലിറ്റി, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. And FNSD analysis. And the FNSD analysis, see, the category is like 4 categories in the decreasing order of their usage rate or consumption rate. എത്രത്തോളം നമ്മൾ അതിനെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ അതിനെ കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ബേസിലാണ്, അല്ലെങ്കിൽ എത്ര പെട്ടെന്നാണ് കൺസ്യൂം ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ ആ കൺസപ്ഷൻ എത്ര പതിയാണ് നടക്കുന്നത്, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഡിക്രീസിങ് ഓർഡറിലായിക്കൊണ്ട് തന്നെ എഫ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കൺസ്യൂം ചെയ്ത് തീരുന്നതും, ഡിയിലേക്ക് വരുമ്പോൾ ഈവൻ കൺസപ്ഷൻ പോലും വളരെ വിരളമായിട്ട് നടക്കുന്നതോ ആയിരിക്കും. ലെറ്റ്സ് സീ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. എഫ് സ്റ്റാൻഡ്സ് ഫോർ ഫാസ്റ്റ് മൂവിങ് ഐറ്റം. പെട്ടെന്ന് കൺസ്യൂം ചെയ്ത് തീരുന്ന കാറ്റഗറിയാണ് നമ്മൾ എഫ് കാറ്റഗറി പറയുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് അബൌട്ട് എൻ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്നല്ല, വിതിൻ ആൻ ഇയർ, ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ആ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് എന്ത് ചെയ്യും? പൂർണ്ണമായിട്ടും കൺസ്യൂം ചെയ്ത് തീരും. എസ് ഫോർ സ്ലോ മൂവിങ്. സ്ലോ മൂവിങ് എന്ന് പറയുമ്പോൾ എന്താണ്? 2 അതിൽ കൂടുതലോ വർഷങ്ങൾ കൊണ്ടായിരിക്കും ആ മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്തു പോകുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് അബൌട്ട് ഡി, ഇറ്റ് ഈസ് ലൈക്ക് ഡെഡ് ഐറ്റംസ്, അതായത് അതിന് കൺസംഷൻ തന്നെ ഇല്ല എന്ന് പറയാം. ഓക്കെ, ഇപ്പം പഴയ ഐറ്റംസും എല്ലാം ആണെങ്കിൽ ഔട്ട്ഡേറ്റ് ആയി പോയത്, ചില സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് വിറ്റ് പോകും, അതവിടെ വെറുതെ ഇരിക്കുന്നേ ഉണ്ടാവുള്ളൂ. സോ ആ ഒരു ഫോമിനെ നമുക്ക് ഡെഡ് ഐറ്റംസ് എന്ന് പറയാം. സോ FNSD എന്ന് പറയുമ്പോൾ ഫാസ്റ്റ്, നോർമൽ, സ്ലോ ആൻഡ് ഡെഡ് മൂവിങ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് എത്ര പെട്ടെന്ന് അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതിൻ്റെ ബേസിസിലാണ്, അതും ഡിക്രീസിങ് ഓർഡറിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നൗ നമുക്ക് വീണ്ടും തിരിച്ച ക്വസ്റ്റ്യനിലേക്ക് വരാം. അണ്ടർ ABC അനാലിസിസ് മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ്, നൗ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറയാം, ഡ്യൂറബിലിറ്റി, ഇമ്പോർട്ടൻസ് ടു പ്രൊഡക്ഷൻ, വാല്യൂ ഓഫ് മെറ്റീരിയൽ, സൈസ് ഓഫ് മെറ്റീരിയൽ. എന്താ ഇതിൻ്റെ ആൻസർ? ഉറപ്പായിട്ടും വിച്ച് ഇസ് ഓപ്ഷൻ സി, വാല്യൂ ഓഫ് മെറ്റീരിയൽ. സോ ഇതുപോലെ നമ്മൾ പഠിച്ച ഏത് ടെക്നിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വരാം, ഡയറക്റ്റ്ലി ഇതേ ഫോമിൽ വരാം, മാച്ച് ദ ഫോളോയിങ് പോലെ വരാം, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടും വരാം. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട്. സോ അത് മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഈ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു എന്നല്ല, പക്ഷെ അതിൻ്റെ ചോദ്യത്തിൻ്റെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ
കാലത്തിനനുസരിച്ചുള്ള മാറ്റം മനസ്സിലാക്കി പഠിച്ചില്ല എങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിനെ കൂടി ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് വേണം നമ്മുടെ പഠനം മുമ്പോട്ട് പോകാൻ. സോ അങ്ങനെ വളരെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നു എന്ന് മനസ്സിലാക്കി ഒരു ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്ന് കൃത്യമായി അറിഞ്ഞ് അങ്ങനെയൊക്കെ പഠിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആപ്പിൾബി അക്കാഡമിയുടെ HSST കോച്ചിങ്ങിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എനിവേ, താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.